സെൻട്രൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്കായിട്ടുള്ള മധ്യപ്രദേശിലെ കാനയിൽ പോയിട്ട് കാട്ടിനകത്തൊരു 3-4 ദിവസം കൊണ്ട് താമസിച്ചാലോ? വെറുതെ കാടിനകത്ത് പോയി താമസിക്കുകയല്ല, കടുവയും പുലിയും കരടിയും കാട്ടുപോത്തും ഒക്കെയുള്ള കാടിനകത്തൂടെ നടന്നൊന്നു പോയാലോ? അതെ, വാക്കിംഗ് സഫാരി അഥവാ ട്രക്കിംഗ്. ഫോറസ്റ്റിയും ട്രക്കിങ്ങും മാത്രമല്ല, ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ടൈഗർ സഫാരി ഒക്കെ എടുത്ത് ഒരുപാട് കടുവകളെയും മറ്റ് ആനിമൽസിനെയൊക്കെ കണ്ട് ഒരു അടിപൊളി ട്രിപ്പ്. സക്രം സഫാരി ലോഡ്ജ് കാന ടൈഗർ റിസർവിന്റെ ഉള്ളിലായിട്ടുള്ള ഒരു ലക്ഷറി ഫോറസ്റ്റ് ആണ്. ഇവിടെ താമസിച്ച് ഇവിടുത്തെ ഫുഡും അതുപോലെ തന്നെ ട്രക്കിങ്ങും സഫാരിയും ഒക്കെ എൻജോയ് ചെയ്ത് കാട് മുഴുവൻ ആസ്വദിക്കുന്ന ഒരു വീഡിയോ ആട്ടോ ഇന്നത്തേത്. Let us head there. The hunt is on. നമ്മൾ കൊച്ചിയിൽ നിന്ന് ജബൽപൂർ എയർപോർട്ടിൽ വന്നിറങ്ങി. അവിടെ നിന്ന് ഒരു 4 മണിക്കൂർ ഏകദേശം ഡ്രൈവ് ഉണ്ട് ഈ സക്രം സഫാരി ലോഡ്ജിലേക്ക്. ഇവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്തു. ഇവിടുന്ന് തന്നെ പിക്കപ്പിനുള്ള വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇതാട്ടോ ഇവിടുത്തെ റിസപ്ഷൻ. ഇവിടെ വച്ചേക്കുന്നൊരു പടം കണ്ടോ? എണ്ണം മാരക സാധനം നോക്കി. ഇതാട്ടോ നമ്മുടെ കോട്ടേജ്. കിടക്കൻ റൂമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൂമല്ല, ഇവിടെ കാടിലേക്ക് തുറക്കുന്ന ബാൽക്കണിയാണ്. ഇതിൻ്റെ പുറത്ത് കഴിഞ്ഞ ദിവസം ലെപ്പേർഡ് സൈറ്റിംഗ് ഉണ്ടായിരുന്നു പറഞ്ഞു ഈ തൊട്ടടുത്ത്. ഇടയ്ക്കൊക്കെ ഈ പ്രോപ്പർട്ടിയിൽ ടൈഗറൊക്കെ വരുന്നതെന്നാണ് ഇവർ പറഞ്ഞു കേട്ടോ. നോക്കാം, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ 3-4 ദിവസമുണ്ട് ഇവിടെ, ചിലപ്പം നമുക്കും കിട്ടും. ഫസ്റ്റ് ഡേ സഫാരി ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ വന്ന പാടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തപ്പോഴത്തേക്കും തന്നെ ഡിന്നറിന് സമയമായി. നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. ഡിന്നറിൻ്റെ ഒരു പ്രത്യേകത ഇത് പുറത്താണ്, കാടിൻ്റെ സൈഡിലിരുന്ന കേട്ടോ ഇന്നത്തെ ഡിന്നർ. കാടിനകത്തിരുന്നിട്ടൊരു ഡിന്നറല്ലേ. ഇവിടുത്തെ ഫുഡ് പിന്നെ ഒന്നും പറയണ്ട കേട്ടോ, ഒരു രക്ഷയില്ല. ഇതൊക്കെ ഫുഡാണ്. ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നെ ഈ സക്രം സഫാരി ലോഡ്ജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നഷ്ടമില്ലെന്നേ ഞാൻ പറയുള്ളൂ. അതുപോലത്തെ ഫുഡായിരുന്നു കേട്ടോ ഈ 3-4 ദിവസം. ഇനി നേരെ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് സഫാരിക്ക് പോവാണേ. 5:30 മുതൽ 11:30 വരെയാണ് ഇവിടുത്തെ സഫാരി. അതുകൊണ്ട് തന്നെ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് റെഡിയായി 5 മണി ആയപ്പോഴത്തേക്കും നമ്മൾ സഫാരി സെൻറ്ററിൻ്റെ അവിടെ എത്തിയേ. ഇതുകൊണ്ടോ ഈ സഫാരി ഗേറ്റ് ക്രോസ് ചെയ്ത് അകത്തോട്ട് കയറുന്നതിന് മുന്നേ ടയർ ബാത്ത്, അതായത് അവിടെ ഒരു ഈ ചെറിയ കുളം പോലെയുണ്ട്, അതിനകത്തേക്ക് കൂടെ വണ്ടി കയറ്റി ഇറക്കിയാണ് പോകുന്നത്. ഇത് ഡിസിൻഫെക്റ്റൻ്റ് സൊല്യൂഷനാണ്, രോഗങ്ങളൊന്നും മൃഗങ്ങൾക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്. നമ്മൾ കാന നാഷണൽ പാർക്കിലേക്ക് കയറിയപ്പോൾ ആദ്യത്തെ സൈറ്റിങ്സ് തന്നെ ഇവിടുത്തെ ഹാർഡ് ഗ്രൗണ്ട് ബാരാസിംഗാണ്. ഇതിവിടെ മാത്രം കാണപ്പെടുന്ന ഒരു തരത്തിലുള്ള ആനിമലാണ്. നമ്മുടെ സ്വാം ഡിയർ ഒക്കെ ഇല്ല കാസിരംഗിൽ കാണുന്ന അതിൻ്റെ ഒരു വകഭേദമാണ് ഹാർഡ് ഗ്രൗണ്ട്. അത് ചതുപ്പ് നിലത്തിലൊക്കെ കാണുന്നതാണെങ്കിൽ ഇത് ഡ്രൈ ലാൻഡിലാണ് കാണുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ലോകത്തിൽ വേറെ എവിടെയില്ല, ഈ കാന നാഷണൽ പാർക്കിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇത് മധ്യപ്രദേശിൻ്റെ സ്റ്റേറ്റ് ആനിമലാണ്. അതുപോലെ തന്നെ ലോകത്തിൽ ആകെ 66 എണ്ണം മാത്രമായിട്ട് ചുരുങ്ങിപ്പോയി. ഇതിനെ കൺസർവേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പം 1200, 1400 ആ ഒരു എണ്ണത്തിലേക്ക് ഇവരെത്തിച്ചിട്ടുണ്ട്. അത്രയ്ക്കും പ്രാധാന്യം കൊടുത്തിട്ടാണ് കേട്ടോ ഇതിനെ സംരക്ഷിച്ച് പോരുന്നത്. സത്പുരയിലിട്ട് ഇതിനെ റീലൊക്കേറ്റും ചെയ്തിട്ടുണ്ട് കുറച്ചെണ്ണത്തിന്. നേരം വെളുത്ത് വരുന്നതുള്ളൂ. നമ്മൾ സഫാരി കണ്ടിന്യൂ ചെയ്യുകയാണേ. നമ്മൾ താമസിക്കുന്ന സഫാരി ലോഡ്ജിൻ്റെ ഉടമയായിട്ടുള്ള വസീമാണ് നമ്മുടെ എച്ച് ഡ്രൈവർ എന്ന്. ഇത് സഫാരി തുടങ്ങിയിട്ട് 10 മിനിറ്റ് പോലും ആയില്ല, നേരെ മുന്നിൽ കടുവ. അത് ഒരെണ്ണമല്ല 3 എണ്ണം, ഒരു ടൈഗറസും 2 കപ്സും. നമ്മുടെ ജിപ്സിയുടെ തൊട്ടടുത്തുകൂടെ കേട്ടോ കടുവ പോകുന്നത്. ഇത് ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള MV3 എന്ന് പേരുള്ള ഒരു ടൈഗറസും അതിൻ്റെ 2 ചെറിയ കപ്സുമാണേ. കപ്സ് ശരിക്കും പറഞ്ഞാൽ ചെറിയ പേടിയൊക്കെ ഉള്ളതുകൊണ്ട് കാടിനകത്തൂടെയാണ് നടന്നു പോരുന്നത്. എന്നെ കുഞ്ഞു തന്നു, ഭയങ്കര രസം കേട്ടോ ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. കടുവയുടെ തീരെ പൊടി കുഞ്ഞുങ്ങൾ. എന്നെ ഭംഗിയുള്ള കാഴ്ച നോക്കി കടുവയും കുഞ്ഞുങ്ങളും കൂടെ നടന്നു പോകുന്നത്. നേരെ റോഡിൽ കൂടെ ഹെഡ് ഓൺ നടന്ന് വന്നിട്ട് നമ്മുടെ സഫാരി വണ്ടിയുടെ അവിടെ നിന്ന് സൈഡിൽ കാട്ടിലോട്ട് കയറിയിട്ട് തിരിച്ച് വീണ്ടും റോഡിൽ കയറി കൂളായിട്ട് നടന്ന് കാട്ടിലോട്ട് കയറിപ്പോയേ.
ഈ കാന അല്ലെങ്കിൽ കൻഹ നാഷണൽ പാർക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള ലാൻഡ്സ്കേപ്പുകളാണ്. ഒരുപാട് വ്യത്യസ്തമായ ടെറൈൻസ് ഉണ്ട്. അതിവിശാലമായിട്ടുള്ള പുൽമേടുകളും അതുപോലെ തന്നെ നല്ല തിക്ക് ഫോറസ്റ്റും ഇവിടെയുണ്ട്. ഇതുണ്ട് വണ്ടി തൊട്ടടുത്ത് വന്നിട്ടും ഒരു പേടിയില്ലാതിരിക്കുന്ന ഇന്ത്യൻ റോളർ, നമ്മുടെ പനങ്കാക്ക. എനിക്ക് സൂര്യൻ മെല്ലെ ഉദിച്ചു വരുന്നതുള്ളൂ ഇപ്പോഴേ. ആ കുളക്കരയിലെ പുൽമൈതാനത്ത് പുള്ളിമാനുകൾ നിന്ന് കാലത്ത് തന്നെ പുല്ല് മേയുന്നതുണ്ട്. ഇതുണ്ട് പോകുന്ന വഴിയിൽ വഴിക്ക് കുറുകെ ഒരു കൂട്ടം ഹനുമാൻ ലംഗൂസ് ഇരിക്കുന്നത്. വണ്ടി അടുത്ത് വന്നിട്ട് വലിയ പേടിയൊന്നുമില്ലാതെ ഇങ്ങോട്ട് നോക്കുക പോലും ചെയ്യാതെ ഇരിക്കുന്നതുണ്ടോ. നല്ല ലൈറ്റത്ത് റോഡിലും മരത്തിലും ഒക്കെ ആയിട്ട് സുഖിച്ചങ്ങ് ഇരിക്കുകയാണ്. നോക്കിയാൽ പാലത്തിൽ കുറേ വണ്ടികൾ നിർത്തിയിട്ടേക്കുന്നത്. പുഴയിൽ എന്തോ ഉണ്ടെന്നാണ് തോന്നുന്നത്. അമ്പോ ഒരു യമണ്ടം പെരുമ്പം പേര വിഴുങ്ങി കിടക്കുന്നതാണേ. എന്നെ സൈസോ നോക്കിയേ, കാര്യമായിട്ട് എന്തോ വിഴുങ്ങിയിട്ടുണ്ട്. പെരുമ്പം പേര വിഴുങ്ങി കിടക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ, അത് ഇങ്ങനെയാട്ടോ, അനങ്ങാൻ വയ്യാതെ. നോക്കി എൻ്റെ തല കണ്ടോ, ആ തലയും അതുപോലെ തന്നെ വിഴുങ്ങി കിടക്കുന്ന സാധനത്തിൻ്റെ വലിപ്പം തമ്മിലുള്ള കമ്പാരിസൺ ഒന്ന് നോക്കി. ഇത്രയും വലിയ സാധനം എങ്ങനെ ഈ വായിൽ കൂടെ അല്ലെങ്കിൽ തലയിൽ കൂടെ വിഴുങ്ങി അകത്ത് പോയി എന്നുള്ളത് ഒരു കൗതുകമായിരിക്കും അല്ലേ. പെരുമ്പാമ്പിൻ്റെ തലയിൽ അല്ലെങ്കിൽ ഈ വായ്ക്കും അതിനോട് ചുറ്റുവട്ടത്തുള്ള കഴുത്തിലെ മസിൽസും ഒക്കെ ഭയങ്കര ഇലാസ്റ്റിക്കാണ്. താടിയെല്ലും ഒക്കെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിലൂടെ എത്ര വലിയ ഇരേനെ നേരെ സൈഡിലേക്ക് എത്തിക്കാൻ പറ്റുമേ. നമ്മുടെ ഗൈഡുമാർ പറഞ്ഞത് ഒന്നുകിൽ ബന്ദർ, അതായത് കുരങ്ങ്, ലങ്കൂർ, അതല്ലെങ്കിൽ മാന്. അപ്പോൾ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഇതിനെ ഒരു മാനിനെ വിഴുങ്ങിയിട്ട് കിടക്കുന്നതാവാനാണ് സാധ്യത എന്നാണ് കേട്ടോ പറഞ്ഞത്. ഇന്ത്യൻ റോക്ക് പൈത്തൺ അല്ലെങ്കിൽ മലയാളത്തിൽ മലമ്പാമ്പ്, പെരുമ്പാമ്പ് എന്നൊക്കെ പറയുന്ന ഇത് ശരിക്കും മനുഷ്യരെ അറ്റാക്ക് ചെയ്യാറില്ല കേട്ടോ. പൂർണ്ണ വളർച്ച എത്തിയത് ഒരു 3-4 മീറ്റർ വരെയൊക്കെയാണ് മാക്സിമം വളരാറ്. അതുപോലെ തന്നെ ഒരിക്കൽ ഇര പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം പിന്നെ ഇര പിടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ ഇതിന് പറ്റുവേ. ഇത് നോക്കി ഒരു പക്ഷി കസേരയിലിട്ട് അതേ ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന സ്വന്തം കാലയിൽ. ഇതിൻ്റെ പേര് തിക്കിനി എന്നാണ് കേട്ടോ. മലയാളത്തിൽ വയൽക്കണ്ണൻ എന്ന് പറയുന്ന ഒരു പക്ഷിയാണേ. അതുകൊണ്ട് ഒരു വലിയ ചതൽപ്പുറ്റിൻ്റെ പുറത്ത് ഏഷ്യൻ ഗ്രീൻ ബീറ്റർ ഇരിക്കുന്നത്. സാധാരണ കാണുന്ന ഒരു പക്ഷിയാണ്, പക്ഷെ എന്നാലും ക്ലോസ് കാണുമ്പോൾ നല്ല രസമല്ല. നോക്കിയാൽ ഒരു ഉണക്കമരത്തിൽ കുറേ കഴുകന്മാരിരിക്കുന്നത്. നമ്മൾ എക്സ്ട്രീം സമ്മറിൽ, അതായത് മെയ് മാസത്തിൽ വന്നതാണെങ്കിലും കാട്ടിൽ അത്യാവശ്യം പച്ചപ്പൊക്കെ ഉണ്ടേ. നോക്കി ഇവിടെ ഇഷ്ടം പോലെ ബാർക്കിംഗ് ബിയേഴ്സ് ഉണ്ട്. അതായത് കേഴ, നമ്മുടെ നാട്ടിലെ പോലെ അത്ര പേടിയൊന്നുമില്ല ഇതിനൊന്നും. ഇതുണ്ടല്ലേ, ഒരു 8-8:30 ആകുമ്പോഴത്തേക്കും തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെയിലാകും എന്നുള്ളതുകൊണ്ടാണ് രാവിലത്തെ സഫാരി 5:30 തുടങ്ങുന്നത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ 6 മണിക്കൂർ സഫാരിയാണ്, അതായത് 11:30 വരെ. വൈകിട്ടത്തെ സഫാരി ആണെങ്കിൽ 3 മുതൽ 6 വരെ 3 മണിക്കൂറേ ഉള്ളതാണ്. ഇതുകൊണ്ടോ ബ്ലാക്ക് ബക്ക് അഥവാ മലയാളത്തിൽ കരിമാൻ എന്നും കൃഷ്ണമൃഗം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ആൻറ്റലോപ്പാണ്. ഇത് നേറ്റീവായിട്ട് ഇവിടെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ 2005 കൂടി എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി. കാരണം ഇവിടെ ടോൾ ഗ്രാസ് ഇവർ പ്രിസർവ് ചെയ്യാൻ തീരുമാനിച്ചു ബാരാസിംഗയുടെ കൺസർവേഷന് വേണ്ടിയിട്ട്. അപ്പം ഷോർട്ട് ഗ്രാസിൽ ജീവിക്കുന്ന ഇവയ്ക്ക് ഹാബിറ്റേറ്റ് നഷ്ടപ്പെട്ടിട്ട് അങ്ങനെ എക്സ്റ്റെൻഡ് ആയി പോയിട്ട് പിന്നീട് റീഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് വേറെ സ്ഥലത്തുനിന്ന്. 27 എണ്ണത്തിനെ കൊണ്ടുവന്നിട്ട് ഇപ്പം 3 എണ്ണം മാത്രമേ ഉള്ളൂ. അത് 3 മെയിലാണ്. അതുകൊണ്ട് തന്നെ ഇവ ഇനി ഇവിടെ സർവൈവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നെ രാജകീയ വരവാന്ന് നോക്കി. ശരിക്കും ഇവിടുത്തെ താരപരിവേഷം കൂടുതലുള്ളത് ഇവർക്കാണ് കേട്ടോ. കൻഹ നാഷണൽ പാർക്ക് ഒരു ടൈഗർ റിസർവ് കൂടി ആണെങ്കിൽ പോലും കടുവകളെക്കാട്ടിലും പ്രാധാന്യത്തോടുകൂടി സംരക്ഷിച്ചു പോരുന്നത് ഈ ഹാർഡ് ഗ്രൗണ്ട് ബാരാസിംഗകളെയാണ്. കാരണം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ലോകത്തിൽ ഇവിടെ മാത്രമേ ഇതുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്.
ഇതൊക്കെ ആന. ശരിക്കും കാനയിൽ ആനകളില്ല, പക്ഷേ ഇതിവിടെ എന്നാ പറയണ്ടേ, നാട്ടാനകളാണ്. ഇവിടെ പെട്രോളിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പുറത്തുനിന്ന് കൊണ്ടുവന്നേക്കുന്നതാണ്. ഇപ്പോൾ കടുവകളെയൊക്കെ തപ്പിപ്പോകാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആനകളെ ഉപയോഗിക്കുന്നത്. ഇത് ദൂരെ പുല്ലിനകത്തൂടെ ഒരു കടുവ നടന്നു പോകുന്നുണ്ടോ. ഇവിടെ അലംകോളും ഒക്കെ ആയിട്ട് ആൾക്കാർ വെയിറ്റിംഗ് ആയിരുന്നു നമ്മളിവിടെ വന്ന സമയത്ത്. നമ്മളും കുറച്ച് നേരം വെയിറ്റ് ചെയ്യപ്പോഴത്തേക്കും പുല്ലിനകത്തൂടെ നടന്നു പോകുന്നത് കണ്ടതാണ്. നീലിമ എന്ന് പറഞ്ഞൊരു ടൈഗ്രസ് ആണ്. ശരിക്കും നല്ല ഷൈ ആയിട്ടുള്ളൊരു ടൈഗ്രസ് ആണ് കേട്ടോ. ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള നീലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈഗ്രസ് ഉണ്ട്, അതിൻ്റെ മോളാണ്. ആൾ ഷൈ ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരാതെ നേരെ കാട്ടിനകത്തോട്ട് കയറിപ്പോയേ. നമുക്ക് ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് സമയമായി, നേരെ അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. കൻഹ നാഷണൽ പാർക്ക്, കൻഹന്നോ കാനാന്നോ ഒക്കെ പറയാം. നോക്കി, ഇത് ഫുള്ള് കൊമ്പ കേട്ടോ മാൻ്റെ. ഈ ആർച്ച് കാണുന്നില്ലേ, മൊത്തം എന്തുമാത്രം എണ്ണം ഉണ്ടാവും എന്ന് ആലോചിച്ചേക്ക്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ട് വന്നിട്ടേ ഇവിടുന്ന് കഴിക്കുക. നമ്മുടെ മസായിമാരെ സെറ്റപ്പിൽ കേട്ടോ. ഇതാണ് നമ്മുടെ സഫാരി ലോഡ്ജിലെ ജിപ്സിയാണേ. നല്ല കിടിലൻ ജിപ്സി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി സഫാരി കണ്ടിന്യൂ ചെയ്യുവാണേ. ഇപ്പോഴത്തേക്ക് നല്ല വെയിലായി. ഇതുണ്ടോ വെയിലത്ത് കാട്ടുപോത്തുകൾ നിൽക്കുന്നത്. റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് കുറേ എണ്ണമുണ്ട്. ഇത്ര നേരത്തിൽ വലിയ കാര്യമായിട്ട് കാട്ടുപോത്തുകളെ കാണാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ എണ്ണം കുറവായിരിക്കുന്നു. പക്ഷേ വൈൽഡ് ഗൗർസ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നല്ല വെയിലായതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണേ. ഇനിയിപ്പോൾ ഇതിനകത്ത് കിടന്ന് കറങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇത് നമ്മുടെ സാക്രമത്തിലേക്ക് കയറി പോകുന്നത് എൻട്രൻസ് ആണ്. എന്നും നമ്മൾ സഫാരി കഴിഞ്ഞ് ഇതിലേ വന്ന് അതുകൊണ്ട് ഫുള്ള് ഫോറസ്റ്റ് അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇങ്ങ് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഇരുമ്പ് പാലമുണ്ട്. ഇത് കയറി വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വന്നേക്കുന്നത് പീക്ക് സമ്മറിലാണ്. ഇത് മഴക്കാലത്ത് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് നിറച്ച് വെള്ളമായിരിക്കും എന്ന് പറഞ്ഞത്. കിടിലമായിരിക്കും അല്ലേ ഇതിനകത്തൂടെ വെള്ളം ഒഴുകി പോകുമ്പം മേളിൽ കൂടെ നടന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളെന്താണേലും ഈ പറഞ്ഞ മൺസൂൺ കഴിയുമ്പോൾ ഒരിക്കലും ഒന്നുകൂടെ വരുന്നുണ്ട്. കാരണം ഇതിനകത്തൂടെ മഴക്കാലത്ത് ഒന്ന് ആലോചിക്കുക. വേനൽക്കാലത്ത് ഇതാണെങ്കിൽ മഴക്കാലത്ത് തന്നെ ഒരു ആംബിയൻസ് ആയിരിക്കും. ഇന്നത്തെ ലഞ്ച് ഒരു വെറൈറ്റി ആണേ. ചൈനീസാണ്. ചില്ലി ചിക്കനും നൂഡിൽസും പിന്നെ റൈസും പിന്നെ മോമോസും ഒക്കെ ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ലഞ്ച് റെഡിയാക്കാം. റിസോർട്ടിൽ നിന്ന് ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും സഫാരിക്ക് ഇറങ്ങിയേ. 3:30ക്കാണ് സഫാരി തുടങ്ങുന്നത്. നമ്മൾ നേരെ ഗേറ്റിലോട്ട് പോയിട്ട് അവിടെ വലിയ ക്യൂ ഒക്കെ കാണും, അതുകൊണ്ട് ഇച്ചിരി നേരത്തെ അങ്ങ് ഇറങ്ങിയതാണ്. ഈ സഫാരിയിൽ നമ്മുടെ ജിപ്സി ഓടിക്കുന്ന ഒരു ലേഡി ഡ്രൈവറാണ്. നമ്മൾ പല സ്ഥലത്തും പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ കൂടെ ഗൈഡുമാരൊക്കെ ആയിട്ട് ലേഡീസ് വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ജിപ്സി ഡ്രൈവറായിട്ടൊരു ലേഡി വരുന്നത്. ആളെ ഞാൻ വിശദമായിട്ട് പരിചയപ്പെടുത്താം. നമ്മൾ പാർക്കിലോട്ട് കയറിയതേ ഉള്ളൂ. ഈ ഫ്രണ്ടിൽ തന്നെ കുറേ ജിപ്സികൾ നിർത്തിയിട്ടേക്കുന്നു. മിക്കവാറും ടൈഗർ സൈറ്റിങ്സ് തന്നെ ആയിരിക്കുമേ. എന്നെ ഭീകരം കടുവയെന്ന് നോക്കി ഒരു വാട്ടർ ബോഡിയിൽ ഇറങ്ങി കിടക്കുവാണ്. കൃത്രിമമായിട്ടുണ്ടാക്കിയ ഒരു ചെറിയ പോണ്ടിൽ ഇറങ്ങി കിടക്കുക. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ആനിമൽ സൈറ്റിങ്സ് എല്ലാം കൂടുതലും ഈ വാട്ടർ ബോഡിയായിട്ട് ബന്ധപ്പെട്ടാണ്. എന്നെ വലിപ്പം നോക്കിയാണ്. His name is DB1, which means Diwan Behra. Diwan Behra is the name of the place, and he is the first cub of the Diwan Behra female. That is why one. നോക്കിയേ വെള്ളം കുടിക്കുന്നത്. വെള്ളത്തിൽ ഇറങ്ങി കിടന്ന കടുവ വെള്ളം കുടിക്കുന്നതുണ്ടോ. മടി കാരണം ആ നിന്ന് ഇപ്പം തന്നെ അങ്ങ് നോക്കി കുടിക്കുക. ഇങ്ങനത്തെ കൃത്രിമ ജലാശയങ്ങൾ കാടിൻ്റെ അവിടെ ഇവിടങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. മിക്കവാറും നമ്മൾ പോകുന്ന എല്ലാ നാഷണൽ പാർക്കുകളിലും ടൈഗർ റിസർവുകളിലും അല്ലെങ്കിൽ സാധാരണ കാട്ടിലൊക്കെ ഇത് കാണാറുണ്ട്. വേനലൊക്കെ ആകുമ്പോഴത്തേക്കും ബാക്കി ജലാശയങ്ങളിലെ വെള്ളമൊക്കെ പറ്റുമ്പോൾ ഇത് അനിമൽസിന് ഉപകാരപ്പെടും. അതുകൊണ്ടാണ്. ശരിക്കും ഒരു മാസീവ് ലുക്കുള്ളൊരു ടൈഗർ തന്നെയാണ് കേട്ടോ ഈ DB1. പുള്ളി വെള്ളത്തിൽ നിന്ന് എഴുന്നേക്കുന്നത് നോക്കി നമ്മൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തെങ്കിലും രക്ഷയുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഉച്ചകഴിഞ്ഞത്തെ ചൂട് ഒക്കെ ആയതുകൊണ്ട് കുറേ കഴിയാതെ എഴുന്നേക്കുന്ന ലക്ഷണം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മെല്ലെ സ്ഥലം കാലിയാക്കാനുള്ളൊരു പരിപാടിയിലാണ്. വേറെ എന്തെങ്കിലുമൊക്കെ പോയി തപ്പിപ്പിടിക്കാം. വെള്ളം കുടിക്കുന്നത് ഭയങ്കര കോമഡി തന്നെയാണ്. നോക്കിയാൽ ബാരാസിങ്കുകൾ നല്ല ലൈറ്റിൽ കണ്ടപ്പോൾ എടുത്തുന്നേ ഉള്ളേ. നമ്മൾ ഒരുപാട് ഓൾറെഡി കണ്ടതാണ്.
അപ്പോൾ ഇവിടെയുള്ള എല്ലാ പാരാസിങ്കുകളും ഇതുപോലെ ഹാർഡ് ഗ്രൗണ്ട് പാരാസിങ്കുകൾ തന്നെയാണ് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞ എന്നാ പറയണ്ടേ, ലോകത്ത് ഇവിടെ മാത്രമുള്ള പാരാസിങ്കുകൾ തന്നെയാണ് കേട്ടോ ഇതെല്ലാം. കാഴ്ചയിൽ നമ്മുടെ സ്പോട്ടഡ് ഡിയേഴ്സുമായിട്ട് നല്ല സാമ്യമുണ്ടേ. ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ദേഹത്ത് മങ്ങിയ പുള്ളികളും കാണാം. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും ഇതേ ഒരു വലിയ ലേക്കിൻ്റെ സൈഡിലായിട്ട് കുറേ ബേഡ്സും അതുപോലെ ചെറിയ ആനിമൽസും ഒക്കെ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. നോക്കിയേ പന്നിക്കൂട്ടന്മാരെ നോക്കിയേ, അതിലെല്ലാം കുത്തി മറിച്ച് നടക്കുകയാണ്. ചെതൽപ്പുറ്റിൻ്റെ മണ്ടയിൽ കയറി കുത്തിയിരിക്കുന്ന ഹനുമാൻ ലങ്കൂറിനെ കണ്ടോ? ഇവരെ ഇങ്ങനെ ക്ലോസ് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. കാര്യം നല്ല ഡ്രൈവിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ജിപ്സിയുടേത് പവർ സ്റ്റിയറിംഗ് അല്ലാത്തതുകൊണ്ട് നമ്മുടെ ഡ്രൈവർ കുറച്ച് പാടുപെടുന്നുണ്ടേ. ആ ഹാഷ് ലൈറ്റൊക്കെ മാറിയിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടേ. അതുകൊണ്ട് തന്നെ പുള്ളിമാനുകൾ പുല്ലുമേഞ്ഞ് നടക്കുന്നത് കാണാൻ എന്നാ രസമെന്ന് നോക്കി. തടാക്കര നിറയെ പുള്ളിമാനുകളാണ് കേട്ടോ. നല്ലൊരു ഫ്രെയിമിൽ കിട്ടിയതുകൊണ്ട് നിർത്തിയെടുത്തതാണ്. നമുക്ക് ഇതുങ്ങളെ ഒരുപാട് കാണാനുണ്ടെങ്കിലും. Let us head there. We will check out the call. Okay. Maybe there's leopard soon. Never know. Yeah. Something new. നമ്മളൊന്ന് തിരിച്ചു പോയി നോക്കാൻ പോവാണ്. കാരണം ആ ഭാഗത്ത് മുന്നേ അലാം കോൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വന്ന ഒരു ജിപ്സിക്കാർക്ക് ലെപ്പേർഡിനെ സൈറ്റിംഗ് കിട്ടിയെന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ ലെപ്പേർഡാണ് കേട്ടോ ഓടിപ്പോകുന്നത്. നമ്മളിവിടെ ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ ക്രോസ് ചെയ്ത് പോയതാണ്. ക്യാമറ എടുത്തപ്പോഴത്തേക്കും അത് ഓടിപ്പോയി കളഞ്ഞേ. ഏതായാലും നേരെ ഉരുട്ടി കൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. ടൈഗറും ലെപ്പേർഡും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി സഫാരി കഴിഞ്ഞ് തിരിച്ച് സക്രത്തിലേക്ക് പോവാണ് നമ്മൾ. നോക്കി ടൈഗർ അടക്കം പോകുന്നത് നമ്മളിവിടുത്തെ ലോഞ്ചിലിരുന്ന നോക്ക് പ്രോപ്പർട്ടിയുടെ ടൈഗർ വന്നതിൻ്റെയൊക്കെ പഴയ വീഡിയോസ് ഇവർ കാണിച്ചു തരുന്നതാണേ. ഇതുണ്ടോ നമ്മുടെ ഇവിടുത്തെ പൂളിൻ്റെ അവിടെ ടൈഗർ വരുന്നതാണ് ആ കാണുന്നത്. അറിയില്ലേ, ചുമ്മാ പറഞ്ഞതല്ല, ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് നമ്മളപ്പം നമ്മുടെ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഇന്ന് ഡിന്നറിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ പൂൾ സൈഡിൽ ആണ് ഡിന്നർ കേട്ടോ. പൂൾ സൈഡ് ഡിന്നർ, അതുപോലെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്നൊക്കെ പറയാം. ഇതേ ടേബിളിനപ്പുറത്ത് അവിടെ കാണുന്നതാണ് കേട്ടോ പൂള്. നമ്മുടെ പൂൾ സൈഡ് ഡിന്നറൊക്കെ തുടങ്ങിയേക്കാം. ഇത് സഫാരിയൊക്കെ കഴിഞ്ഞ് വന്ന് ഡിന്നറിന് മുന്നായിട്ട് ഇവിടെ പൂൾ സൈഡിൽ വന്നിരുന്നിട്ട് ഓരോ ബിയറൊക്കെ കഴിച്ചിട്ട് ഡിന്നർ കഴിക്കണം. എന്നാ സുഖം. നമുക്ക് നമ്മളിവിടെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇതിനകത്തോട്ട് കാട്ടുപോത്തുകൾ കയറി വന്നിട്ടുണ്ടേ. അതുകൊണ്ട് ആ വെട്ടം വീഴുന്നത് ഒരെണ്ണമല്ല, കുറേ എണ്ണം ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ ഉണ്ട്. ഒരെണ്ണം ഇങ്ങനെ നടുക്ക് കയറി വന്ന് നിൽക്കുക. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ എഴുന്നേറ്റ് നമ്മളെ ട്രക്കിങ്ങിന് പോവാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ സഫാരി അല്ല, ഇന്ന് വാക്കിംഗ് സഫാരി എന്നാണ് പറയുന്നത്. വാക്കിംഗ് സഫാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രക്കിങ്ങില്ലേ കാട്ടിനകത്തൂടെ കടുവയും പുലിയും കരടിയൊക്കെ ഉള്ള കാട്ടിനകത്തൂടെ നമ്മൾ നടന്നു പോകാൻ വേണ്ടി പോവാണ്. കാന ടൈഗർ റിസർവിനകത്തൂടെ നമ്മുടെ സാക്രം സഫാരി ലോഡ്ജിലെ പൂള് കാണിച്ചു തരാവേ. പൂളല്ല ഇതിൻ്റെ ഇവിടുത്തെ പ്രത്യേകത. ഇത് ഇവിടെ ഒരുക്കിയിട്ടേക്കുന്ന ലോഞ്ചാണ്. എനിക്ക് ആ താഴെ കാണുന്നത് പൂളല്ല, കുളം കേട്ടോ. അനിമൽസൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു കുളം. അതുപോലെ ഇത് ഈ കാണുന്നതാണ് ഇവിടുത്തെ പൂള്. ഇപ്പം നിലവിൽ കാട്ടുകോഴി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതേ ഈ സ്ഥലം കണ്ടോ, അപ്പുറത്തൊക്കെ കാടിനോട് ചേർന്നൊരു വലിയ കുളം ഉണ്ടാക്കിയിട്ടൊക്കെയാണ്. പൂളിൽ കിടന്നുകൊണ്ട് ആനിമൽസിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഈ ലോഞ്ച് ഉണ്ടാക്കിയിട്ടേക്കുന്നതൊക്കെ എന്നെ രസമാണ്. എനിക്ക് സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് ആനിമൽസ് വെള്ളം കുടിക്കാൻ വന്നാൽ കാണാം. ഇതൊരു 55 ഏക്കറിനകത്ത് പണിതേക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഈ 55 ഏക്കർ കാടാണ്. നമ്മുടെ കാന ടൈഗർ റിസർവിൻ്റെ ബഫർ സോണിലാണ് ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത്. അപ്പോൾ കാടിന് നടുക്ക് ഒരു സഫാരി ലോഡ്ജ്. രാവിലെ ഓരോ കാപ്പി കുടിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണേ. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നേരെ ഒത്തിരി അങ്ങ് വെളുത്തെന്ന് തോന്നും. 6 മണി പോലും ആയിട്ടില്ല. അതിന് മുന്നേ ഇത്രയും വെട്ടം വീണിട്ടുണ്ടേ. അപ്പോൾ 6 മണിക്കാണ് നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സഫാരിയൊക്കെ ബുക്ക് ചെയ്യുന്ന പോലെ ട്രക്കിംഗ് ആണെങ്കിലും മുൻകൂട്ടി ബുക്ക് ചെയ്യണം. നമുക്ക് വേണ്ടിയിട്ട് വസീം അതെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ വസീം നമ്മുടെ കൂടെ വരുന്നുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു സ്റ്റാഫും കൂടെ ട്രക്കിങ്ങിന് കൂടെ ഉണ്ടാവും. അപ്പോൾ അവരുടെ കൂട്ടത്തിലാണ് നമ്മൾ കാട്ടിലേക്ക് കയറുന്നത്. കടുവയൊക്കെയുള്ള കാടാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ. നടന്ന് നമ്മൾ വലിയ പാറക്കൂട്ടമൊക്കെ ഉള്ളൊരു സ്ഥലത്തോട്ട് എത്തിയേ. കടുവയൊക്കെ ഹൈഡ് ചെയ്യുന്ന ഒരു ചെറിയ ഗുഹ പോലുള്ള സ്ഥലമൊക്കെ എവിടെയുണ്ടെന്നാണ് വസീം പറഞ്ഞത്. നമുക്ക് നോക്കാം. അതുപോലെ ഈ ഏരിയയിലൊക്കെ വൈൽഡ് ഡോഗ്സിനെയൊക്കെ ഇഷ്ടം പോലെ കാണാറുണ്ട്.
this is some place like a tiger would come and rest over here. During daytime and Daytime when it's very hot, it's very raining a lot, or even when he's got a kill, he wants to eat. Okay. Some bones also over there under these leaves. പോകുന്ന വഴിക്ക് ബാർക്കിംഗ് ഡിയറിൻ്റെ അലാം കോൾ കേട്ടെ. നമ്മുടെ ഗൈഡ് പറഞ്ഞത് കടുവയുടെ മൂവ്മെൻറ്റ് ആയിരിക്കാനാണ് സാധ്യത എന്നാണ്. ഫ്രണ്ടിൽ മരത്തിൽ അങ്ങ് ദൂരത്തിലിരിക്കുന്നത് ഓറിയൻ്റൽ ഹണി ബസാർഡാണേ. അതിനകത്ത് എന്തോ ഉണ്ട്. കാട്ടുപോത്താണ്, പക്ഷേ ഇല ഉണങ്ങി കിടക്കുന്നുണ്ട്. നമ്മൾ അപ്രോച്ച് ചെയ്താൽ ഓടും. നമ്മൾ നടന്നൊടുവിൽ റിവറിൻ്റെ സൈഡിലെത്തിയ ബഞ്ചാർ റിവർ. അപ്പുറ സൈഡിൽ കാണുന്നത് മുക്കി കോർസോണാണ്. നമ്മളിപ്പം നടക്കുന്നത് ബഫറിനകത്തൂടെ. നമ്മൾ പുഴ സൈഡിലുള്ള ഒരു പാറയുടെ മേലോട്ട് കയറി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നതാണേ. ഇവിടെയാണെങ്കിൽ പുഴയുടെ നല്ലൊരു വ്യൂ ഉണ്ട്. ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും നല്ല കുറച്ച് ദൂരം വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ സഫാരിക്കിടെ കണ്ട MV3 എന്ന് പറഞ്ഞ ടൈഗർസും കപ്സും ഇല്ലേ, അതിൻ്റെ ടെറിട്ടറിയാണ്. ഇതിനെ ഇവിടെയൊക്കെ പുഴയിലൊക്കെ കാണാറുണ്ടെന്നാണ് പറഞ്ഞത്. ട്രക്കിങ്ങിന് ഇടയ്ക്ക് കണ്ടിട്ടുണ്ടെന്ന്. നമ്മളിരിക്കുന്നതിൻ്റെ പുറകിലായിട്ടേ കാട്ടിനകത്ത് ഒരു കൂട്ടം വൈൽഡ് കവേഴ്സ് ഉണ്ട്. നമ്മുടെ കാട്ടുപോത്തുകൾ മിക്കവാറും അതിവിടെ ക്രോസ് ചെയ്ത് വരും. അമ്പോ, എന്നെ ഒരു കാഴ്ചയായിരുന്നല്ലേ. എല്ലാം കൂടെ വെള്ളത്തിലോട്ട് ചാടി ആർത്തലച്ച് ക്രോസ് ചെയ്ത് പോയതുണ്ടോ. തീർന്നിട്ടില്ല, പുറകെ ഇനിയും വരുന്നുണ്ട്. അങ്ങനെ ഒരു അടിപൊളി നേച്ചർ വാക്ക് അല്ലെങ്കിൽ വാക്കിംഗ് ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. This is not very old, right? No, fresh it is. Fresh. Disturbed. Okay. So fresh pack mark. അപ്പോൾ അത് ലോഡ്ജിൻ്റെ അങ്ങോട്ടാണ് പോയേക്കുന്നതെന്ന് പറഞ്ഞത്. ഭാഗ്യമുണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ അവിടെ കാണും സാധനം. ഫ്രഷ് പാക്ക് മാർക്കാണ് സാധനം. അങ്ങനെ നമ്മൾ വാക്കിംഗ് സഫാരിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയേ. ഇതാണ് നമ്മുടെ സഫാരി ലോഡ്ജിനകത്തുള്ള ഒരു വാച്ച് ടവർ ഞാൻ പറഞ്ഞില്ലായിരുന്നു, അതാണിത്. നമ്മൾ രാവിലെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നേരെ വന്ന് ലഞ്ച് കഴിച്ച് ഇനി ഉച്ച കഴിഞ്ഞത്തെ സഫാരിക്ക് പോകാനുള്ളതാണ്. പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം ഒന്നും പറയണ്ടല്ലോ, ഹെവി ഫുഡാണ്. ദേ ഉച്ച കഴിഞ്ഞ് 3 മണിയായപ്പോഴത്തേക്കും വീണ്ടും ഒരു റെസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ സഫാരി സ്റ്റാർട്ട് ചെയ്തേ. എനിക്ക് ഒരു കൂട്ടം പുള്ളിമാനുകൾ ആ ലേക്കിൻ്റെ സൈഡിലായിട്ട് തണലുള്ള ഭാഗത്ത് വന്ന് വെള്ളം കുടിക്കുന്നത്. ശരിക്കും ഇവിടെ നല്ല വെയിലുള്ള സമയത്ത്, അതായത് സമ്മർ സീസണിൽ 40-42 ഡിഗ്രിയൊക്കെ വരെ ടെമ്പറേച്ചർ ഉണ്ട്. പുറത്തെ ടെമ്പറേച്ചർ ഇത്ര കൂടുതലാണെങ്കിലും കാട് നല്ല പച്ചപ്പും അതുപോലെ ഇതിനകത്ത് ചെറിയ തണുപ്പും ഒക്കെ ഉണ്ട്. കാരണം ഇത് കൂടുതൽ ഭാഗവും സാൽ ഫോറസ്റ്റ് ആണ്. ഇവിടുത്തെ സാമ്പാർ ഡിയറുകളുടെ പ്രത്യേകത കണ്ടോ, മേലത്തെ രോമമൊക്കെ ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. കാരണം ഇവിടെ ടെമ്പറേച്ചർ കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നാച്ചുറൽ സംവിധാനമായിരിക്കും. ഇത് കണ്ടില്ലേ, ആ മരപ്പൊത്തിലൊരു മൂങ്ങിയിരിക്കുന്നത് ഇന്ത്യൻ സ്കോപ്പ് സൗൾ എന്ന് പറയും. മലയാളത്തിലാണെങ്കിൽ ചെവിയൻ നത്തെന്ന് വിളിക്കുന്നതാണ്. ചെവി രണ്ടും ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ടോ, അതാണ് സ്കോപ്പ് സൗളിനെ തിരിച്ചറിയാനുള്ളൊരു മാർഗ്ഗമേ. ഇത് ജുവനയിലാണ്, അതായത് കുഞ്ഞാണ്. ഒന്നുകിൽ തള്ള കൂട്ടിനകത്ത് എവിടെയെങ്കിലും കാണും, അതല്ലെങ്കിൽ പുറത്തോ എന്തോ കറക്കത്തിനും പോയതായിരിക്കും. സാധാരണ രാത്രിയിലാണ് ഇതുങ്ങൾ കറങ്ങാറ്. ഇതുപോലത്തെ മരപ്പൊത്തുകളിലാണ് കൂടുണ്ടാക്കുന്നത്. നോക്കി ജിപ്സികൾ തലങ്ങും വിലങ്ങും പായുന്നത്. ടൈഗർ സൈറ്റിംഗ് ഉണ്ട്, അതാണേ. ലേക്കിന് സൈഡിൽ എവിടെയോ ടൈഗർ ഉണ്ട്.
ഹൂ, എന്നെ ഒരു കാഴ്ച ഒന്ന് നോക്കി. നമ്മുടെ തൊട്ടടുത്തൂടെ കയ്യെത്താവുന്ന അകലത്തിലാട്ടോ കടുവ നടന്നു പോയത്. ശ്വാസം അടക്കി പിടിച്ചിരുന്ന നിമിഷങ്ങളിൽ നിന്നൊക്കെ കയറിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ ഇതാണ് കേട്ടോ, അത് നേരിട്ട് കണ്ടു. കാരണം ഇത്രയും വണ്ടികളുണ്ടായിട്ട് നമ്മുടെ ജിപ്സിയുടെ നേരെ കേട്ടോ കടുവ കാട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു വന്നത്. ഇതേ അനക്കം കണ്ടപ്പോഴത്തേക്കും നമ്മളെ നോക്കുന്നുണ്ടോ. തൊട്ടടുത്താണേ, നമുക്ക് ശരിക്കും ഒന്ന് എത്തി വലിഞ്ഞാൽ തൊടാം, അത്രയ്ക്കും അടുത്താണ്. എന്തിനെയോ ടാർഗറ്റ് ചെയ്ത് വന്നുള്ള നിപ്പാണ്. ഹണ്ടിങ് അറ്റംപ്റ്റ് ആണോന്ന് സംശയമുണ്ടേ. അത് ശരി, ഇത്രയും വണ്ടികളുടെ ആൾക്കാരുടെ ഇടയ്ക്കോട്ട് കൂസലില്ലാതെ ഞാൻ കിടന്നോ? നമ്മുടെ ഊഹം ശരിയായിരുന്നേ. ഇപ്പുറത്ത് ഒരു കൂട്ടം മാനുകൾ നിൽപ്പുണ്ട്, അതിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് കടുവ വന്നേക്കുന്നത്. നമ്മൾ ശരിക്കും ശ്വാസം അടക്കി പിടിച്ച് കാത്തിരിക്കുവാണേ. കടുവ പതുങ്ങി പതുങ്ങി മാനുകളുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഏത് സമയവും എന്തും സംഭവിക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കൊരു ഹണ്ടിങ് നേരിട്ട് കാണാം. കടുവ മാനുകളുടെ തൊട്ടടുത്തെത്തിയേ. തൊട്ടു ഫ്രണ്ടിൽ കൂടെ മാനുകൾ ഓരോന്നോരോന്ന് നടന്നു പോകുന്നുണ്ട്. കടുവയുടെ പ്രസൻസ് അറിഞ്ഞിട്ടില്ല. എനിക്ക് തക്കം നോക്കി കാത്തിരിക്കുകയാണ് കടുവ കേട്ടോ. കടുവകളുടെ ശരിക്കുള്ള ഇരപിടിക്കുന്ന രീതി ഇത് തന്നെയാണ് കേട്ടോ. പതുങ്ങിയിരുന്ന ഇരകളുടെ മേളിലേക്ക് ചാടി വീഴുകയാണ്. ക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ടോ. നമ്മളുടെ വണ്ടി നിർത്തിയിട്ട സ്ഥലത്ത് നിന്ന് ഒത്തിരി ദൂരത്തേക്ക് മാനുകളെ ചേസ് ചെയ്ത് കടുവ പോയേ. നമ്മളതുകൊണ്ട് വണ്ടി ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഒന്ന് മാറ്റിയിട്ടതാണ്. കടുവ മരത്തിൻ്റെ സൈഡിൽ നിൽപ്പണ്ടേ. ഇത്രയും നേരമായിട്ട് ഇത്രയും തൊട്ടടുത്ത് കടുവ നിന്നിട്ട് മാനുകൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നോക്കിയേ, സ്റ്റാച്യു പോലെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന DJ9 എന്ന് പേരുള്ള ഒരു ഫീമെയിൽ ടൈഗർസാണ് ഇത്. ഉദ്വേഗജനകമായ ഒരുപാട് നിമിഷങ്ങൾക്കൊടുവിൽ കടുവ നോക്കി മാനുകളെ കാണാതെ പതുങ്ങി രക്ഷപ്പെടുന്ന പോലെ ഒറ്റ പോക്ക്. ഹണ്ടിങ് അറ്റംപ്റ്റ് ഉപേക്ഷിച്ചെന്ന് തോന്നുന്നേ. അങ്ങനെ ഒരു കിടിലൻ ടൈഗർ ഷോ ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണേ. നേരം പതിവിലും കുറച്ച് വൈകി. നേരെ റിസോർട്ടിൽ പോയി റെസ്റ്റ് എടുത്ത് രാവിലെ വീണ്ടും സഫാരിക്ക് വരണം. അപ്പോൾ പതിവ് പോലെ രാവിലെ 5:30 ആയപ്പോൾ തന്നെ നമ്മൾ കാട്ടിലോട്ട് കയറിയേ. നമ്മുടെ സഫാരിയൊക്കെ സാക്രം വഴി മുൻകൂട്ടി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളിവിടെ സാക്രത്തിൽ റൂം എടുക്കുമ്പോൾ സഫാരി വേണമെങ്കിൽ നേരത്തെ തന്നെ ഇവരോട് പറയണം. കാരണം സീസൺ ടൈമൊക്കെ ആണെങ്കിൽ സഫാരി ഒരുപാട് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ കിട്ടാൻ പാടാണേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ സൈറ്റിങ്സ് വൈൽഡ് ഡോഗ്സ് ആണ്. 2-3 ഉണ്ടേ കാട്ടിനകത്തൂടെയൊക്കെ ആയിട്ട്. ആരെ കൊല്ലണം നോക്കി നടക്കാൻ തോന്നുന്നു. ഇവിടെ ഒരുവിധപ്പെട്ട എല്ലാ ആനിമൽസും ഉണ്ട് കേട്ടോ. വൈൽഡ് ഡോഗ്സും അതുപോലെ സ്ലോത്ത് ബെയറും പിന്നെ ലെപ്പേർഡും ടൈഗറും വൈൽഡ് ഗൗസും ഒക്കെ എല്ലാം ഉണ്ട്. ആന മാത്രമില്ല കേട്ടോ നമ്മുടെ കാടുകളെ അപേക്ഷിച്ച്. നമ്മുടെ കാന നാഷണൽ പാർക്കിൽ പ്രധാനമായിട്ടും 4 കോർ സോണുകളും അതുപോലെ തന്നെ 4 ബഫർ സോണുകളുമാണ് സഫാരിക്കുള്ളത്. അതിൽ നമ്മൾ ആദ്യത്തെ ദിവസം സഫാരി എടുത്തില്ലായിരുന്നു. നമ്മൾ മുക്കി സോൺ വഴി കയറിയിട്ട് അല്ലെങ്കിൽ മുക്കി ഗേറ്റ് വഴി കയറിയിട്ട് നമ്മൾ കൻഹ സോണിലേക്ക് പോയായിരുന്നു. നമ്മൾ നീലം അല്ലെങ്കിൽ നീലത്തിൻ്റെ മകളെയൊക്കെ കണ്ടില്ല, അത് കൻഹ സോണിലായിരുന്നു. ബാക്കി എല്ലാ സഫാരി നമ്മൾ ഈ മുക്കി സോണിൽ തന്നെയാണ് എടുത്തത്. ഇതുകൂടാതെ കിസ്ലി സർഹി എന്ന് പറഞ്ഞിട്ട് 2 കോർ സോൺ ഗേറ്റുകളൂടെ ഉണ്ട് കേട്ടോ. നമുക്കിനി ഒരു സ്ഥലത്ത് പോയിട്ട് വെയിറ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് വസീം നമ്മളെ ഒരു പോണ്ടൊക്കെ ഉള്ളൊരു സ്ഥലത്തോട്ട് കൂട്ടിക്കൊണ്ട് പോയേ. രാവിലെ സ്ഥിരമായിട്ട് കടുവ വെള്ളം കുടിക്കാൻ വരാറുള്ളൊരു സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതേ ഒരു ബാർക്കിംഗ് ഡിയർ, നമ്മുടെ കേഴമാൻ. നോക്കി അത് നാക്ക് നീട്ടിട്ട്
കണ്ണിൻ്റെ അവിടെ വരെ എത്തിക്കുന്നുണ്ട്. പേടിച്ചാണ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. ഇതൊക്കെ ഒരു മയിൽ പീലി വിരിച്ചിട്ട് നല്ല അങ്ങ് താത്തിയേ. അങ്ങനെ മാനും മയിലും കേഴയൊക്കെ ആയിട്ട് ടൈഗറിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം ബോറടിക്കാതിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ മാത്രമല്ല, രാവിലെ തന്നെ വേറെയും കുറേ ജിപ്സികൾ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടേ. നമ്മുടെ വസീം പറഞ്ഞത് റൈറ്റ് സൈഡിൽ ആ ഭാഗത്തുനിന്ന് കടുവ കയറി വരുമെന്നാണ്. ഇത് കണ്ടോ, ഒരു പുള്ളിമാനിൻ്റെ കുഞ്ഞ് പാല് കുടിക്കുന്ന സമയത്തും അമ്മ ഫുൾ അലേർട്ടാണ്. അലമുകൾ കേട്ടപ്പോഴത്തേക്കും മാന അലേർട്ടായി. അതുപോലെ മണം പിടിക്കുന്നുണ്ടോ, കടുവ മിക്കവാറും തൊട്ടടുത്ത് എവിടെയെങ്കിലും തന്നെ കാണും. കടുവയുടെ പ്രസൻസ് അറിഞ്ഞിട്ടാണോ അതോ അലാംകോൾ കയറിയിട്ടാണോ എന്ന് അറിയത്തില്ല. നമ്മുടെ ബാർക്കിംഗ് ഗിയർ കേട നൈസായിട്ട് സ്കൂട്ടാവുന്നുണ്ടോ. ഈ കുളത്തിൽ നിറയെ പൂക്കൾ വീണ് കിടക്കുന്നുണ്ടാന്ന് തോന്നുന്നു. മൊത്തം തേനീച്ചയാണേ. ഇത് ശരിക്കും വിളിച്ചു വരുത്തിയ പോലെ തന്നെ അതേ സ്ഥലത്തൂടെ ഏതാണ്ട് അതേ സമയത്ത് കടുവ ഇറങ്ങി വരുന്നുണ്ടോ. അപ്പോൾ നേരെ വന്ന് കുളത്തിലോട്ട് ഇറങ്ങിയിരുന്ന് വെള്ളം കുടിക്കുവാണേ. എനിക്ക് തോന്നുന്നത് മിക്കവാറും ഒരു ഡെയിലി റൂട്ടീനായിരിക്കും ഈ കടുവയുടെ. അതുകൊണ്ടായിരിക്കും ഇവർക്ക് ഇത്ര കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയത്. നോക്കി അലാംകോട് കയറിയിട്ട് ചുറ്റും തിരിഞ്ഞു നോക്കുന്നേ. ഓ, നല്ല രസമല്ലേ കടുവ വെള്ളം കുടിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് വെള്ളത്തിൽ അതിൻ്റെ റിഫ്ലക്ഷനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസും റീൽസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പ് ചാനലിലും അതുപോലെ ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടേ. ഇത് DJ9 തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഹണ്ടിങ് അറ്റംപ്റ്റ് ഒക്കെ നടക്കുന്നത് കണ്ടില്ലായിരുന്നോ, അതേ ടൈഗ്രസ് തന്നെയാണ്. 4 വയസ്സുള്ളൊരു ഫീമെയിൽ ടൈഗ്രസ് ആണ്. കുറേ സമയമെടുത്ത് അവിടെ ഇരുന്ന് ആവശ്യത്തിന് വെള്ളമൊക്കെ കുടിച്ചിട്ട് മെല്ലെ എഴുന്നേറ്റ് നടന്ന് തടാകക്കരയിലൂടെ പോകുന്നുണ്ടോ. നമ്മൾ ഇന്നലെ കണ്ടതാണ് DJ9 ഇതിൻ്റെ ഒരു ബോൾഡ്നെസ്. കാരണം ഇതിന് യാതൊരു പേടിയില്ല. നമ്മുടെ വണ്ടിയുടെ തൊട്ടടുത്ത് വന്നിരുന്നതാണ് കേട്ടോ, അത്രയും വണ്ടികളുടെ ഇടയ്ക്കൂടെ. കോരിത്തരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് മരങ്ങൾക്കിടയിൽ കടുവ നിൽക്കുന്നത്. അടുത്ത് കാണുമ്പോൾ എന്നാ ഒരു ഭംഗിയാന്ന് നോക്കി. മരങ്ങൾക്കിടയിലൂടെ പതിയെ നടന്ന് വന്ന് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കിയിട്ട് മെല്ലെ റോഡ് ക്രോസ് ചെയ്ത് കാട്ടിലോട്ട് കയറിപ്പോയേ. നോക്കി ആശാൻ്റെ സന്തോഷം കണ്ടോ. നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ വന്ന് കടുവയൊക്കെ കാണുന്നുണ്ടെങ്കിൽ സക്രം സഫാരി ലോഡ്ജ് ബുക്ക് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മഴ കഴിഞ്ഞ് വരുന്ന സീസണിൽ ഈ കാട് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അപ്പോഴത്തേക്കും ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ സഫാരിയൊക്കെ ബുക്ക് ചെയ്തിടേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഇവരെ നേരിട്ട് കോൺടാക്ട് ചെയ്താൽ മതിയേ. മുന്നേ കാട്ടിലോട്ട് കയറിപ്പോയ കടുവ ആ മാനുകൾ നിന്ന സ്ഥലത്ത് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തേ. ചകന് പോലും അലാങ്കോളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും കണ്ടില്ല, കാടിനകത്തൂടെ കയറിപ്പോയി കാണും. നോക്കിയ സുന്ദരൻ്റെ ഒരു കാട്ടുകോഴി, റെഡ് ജംഗിൾ ഫൗൾ. നമ്മുടെ നാട്ടിലേക്ക് കാണുന്നത് കൂടുതലും ഗ്രേ ജംഗിൾ ഫൗൾ ആണെങ്കിൽ ഇത് കുറച്ചുകൂടെ കളർഫുൾ ആയിട്ടുള്ളതാണ്. ഇതുകൊണ്ട് ഇതുപോലത്തെ വിശാലമായ ഒരുപാട് പുൽമേടുകൾ ഈ കൻഹയിലുണ്ട്. ഇനി ഈ ബാരാസിംഗ, ഈ ഹാർഡ് ഗ്രൗണ്ട് സോം ഡിയർ അഥവാ ബാരാസിംഗയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഹാബിറ്റാറ്റാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ എണ്ണം ഒരുപാട് ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റിയത്. നമ്മുടെ കാടിന് നടുക്ക് വെച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സഫാരിയുടെ ഇടയ്ക്ക് നമ്മൾ മാസാമാരിലൊക്കെ ചെയ്യുന്ന പോലെ ഇവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് ഇതാ പാക്ക് ചെയ്തെടുത്തുകൊണ്ട് വരും നമ്മുടെ റിസോർട്ടിൽ നിന്ന്. ഈ കുറേ ഐറ്റംസ് ഉണ്ട്, ചായ, പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ മാസാമാരിൽ ഫുൾ പാക്ഡ് ആയിട്ട് പോകത്തില്ലേ, അതേപോലെ തന്നെ എവിടെയും പാക്ക് ആയിട്ട് വന്നിട്ട് കാട്ടിൽ നടുക്കിരുന്ന കഴിക്കുന്നത്.
ഇതൊക്കെ ഒരു പ്രത്യേക അനുഭൂതി ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല ഇവിടെ അനുഭൂതി എന്ന് എഴുതി വെച്ചേക്കുന്നത്. ഏതായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സഫാരി കണ്ടിന്യൂ ചെയ്യുവാണേ. ഇവിടുത്തെ സഫാരികളിൽ ഡ്രൈവറെ കൂടാതെ ഒരു ഗൈഡും കൂടെ കൂടെ വരുവേ. അവർ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാറുണ്ട്. ഇതുണ്ടോ കോമൺ ഹോക്ക് കുക്കു, ബ്രെയിൻ ഫീവർ ബേർഡ് എന്നും ഇതിനെ പറയുവേ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടാക്കുന്ന സൗണ്ട് ബ്രെയിൻ ഫീവർ എന്ന് പറയുന്ന പോലെ ഇരിക്കുവേ. ഒന്ന് കേട്ട് നോക്കി. കാണാൻ ഷിക്കറിയെ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു എരബിഡിയൻ കുക്ക് തന്നെയാണ് ഇത്. എന്തോ തിന്നാൻ കിട്ടിയിട്ടുണ്ട് നിലത്തുനിന്ന്. ഇതേ ഒരു കാട്ടുപോത്ത്. കണ്ട ഒരു ഫീമെയിലിൻ്റെ വലിപ്പമൊക്കെ തോന്നുള്ളെങ്കിലും ശരിക്കും ഒരു കൗമാരക്കാരനാണെന്ന് തോന്നുന്നു. മെയിൽ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും കാട്ടുപോത്തുകളും ആനയൊക്കെ ഉണ്ടെങ്കിലേ കാട് ഒരു ഗുമ്മുള്ളല്ലേ. ഏതായാലും ഇവിടെ കാട്ടുപോത്തുകളുണ്ട്, ആനയില്ലെങ്കിലും. മോർണിംഗ് സഫാരിയിൽ സമയം ഇത്രയും ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിലായിട്ടുണ്ട്. ഇനി ഒരുപാട് നേരം കാട്ടിൽ കറങ്ങാൻ പ്ലാൻ ഇല്ല നമുക്ക്. നല്ല തിരിച്ചു പോകാനുള്ളൊരു പരിപാടിയാണ്. നല്ല വെയിലത്താണ്, എന്നാലും എന്നാ ഭംഗിയാന്ന് നോക്കിയേ നമ്മുടെ ഹാർഡ് ഗ്രൗണ്ട് സ്വാം ഡിയർ അല്ലെങ്കിൽ ബാരാസിംഗിയെ കാണാൻ. ഉണ്ട്. സഫാരി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ ഗേറ്റിൽ എല്ലാവരും വന്ന് നിൽപ്പുണ്ടാവും. അതുപോലെ തന്നെ ഇത് ചൂടത്തെ സഫാരിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും തണുത്ത വെള്ളവും. ഈ സാധനം എന്ത് റിഫ്രഷിംഗ് ആണെന്നറിയാമോ? അതെ, കറക്റ്റ് ടൈമിലാണ് അത് കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ നല്ല തണുത്ത ടൗലും ഒക്കെ ഉണ്ട് മുഖം തുടയ്ക്കാനൊക്കെ ആയിട്ട്. ഈ ചൂട് സഫാരി കഴിഞ്ഞ് വന്ന് മുഖത്തോട്ടിടുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. അടിപൊളി. ചൂടത്ത് അത് ഫ്രിഡ്ജിൽ വെച്ച സാധനമാണ്. നല്ല അതെ. എനിക്ക് നമ്മൾ സ്റ്റേ ചെയ്ത റൂമുകൾ കൂടാതെ ഇവിടെ ഒരു മഡ് ഹൗസ് ഉണ്ട്. ഇങ്ങോട്ടേക്ക് മാറിയിട്ട് ഈ മഡ് ഹൗസസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഫുള്ള് മഡാണ് കേട്ടോ. വോളും അതുപോലെ തറയൊക്കെ റെഡ് ഓക്സൈഡ് ചെയ്തിട്ടേ ഉള്ളൂ. ബാക്കി ഫുള്ള് മഡിലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മഡ് ഹൗസാണിത്. ഇത് കേട്ടോ മഡ് ഹൗസിൻ്റെ ഉൾവശം. ഇവിടെ 3-4 റൂമുണ്ട്. ഇത് നല്ല വിശാലമായിട്ടുള്ള റൂമാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ബെഡും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെയാണ്. അതുപോലെ തന്നെ പുറവശത്ത് കാട. ഈ കാണുന്നത് വാഷ്റൂം. അതുപോലെ തന്നെ ഇതുണ്ടോ ഇവിടെ ഒരു ചെറിയ വിൻഡോയും ബാൽക്കണിയൊക്കെ ആയിട്ട് നേരെ ഫോറസ്റ്റിലേക്കായിട്ട് ഓപ്പൺ ആവുന്നത്. നമ്മൾ ഈ മഡ് ഹൗസിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലും കാട് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഈ പ്രോപ്പർട്ടിക്ക് അകത്ത് തന്നെ ഇവിടെ ഒരു വാച്ച് ടവറാണ്. നമുക്ക് മേളിൽ കയറി നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതിന് മേളിൽ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വിസിബിലിറ്റി കിട്ടും. ഈ പ്രോപ്പർട്ടിക്ക് അകത്തും പുറത്ത് നമ്മൾ ട്രക്കിങ്ങിന് പോയ ഏരിയയിലോട്ടൊക്കെ കാണാൻ പറ്റും. ഇവിടെ വന്ന് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. കടുവ നോക്കി നിൽക്കുകയാണോ? കടുവ വരാൻ കാത്തു നിൽക്കുക. കാരണം അവിടെ എങ്ങോട്ട് പോയിട്ടുണ്ടെന്നാ പറഞ്ഞു. അവിടുന്ന് ഗ്രൗളിങ് കേട്ടെന്നല്ലേ ഇന്നലെ? നമ്മൾ നടക്കാൻ പോയപ്പോഴും അവിടുന്ന് അലാം കോൾ ഉണ്ടായിരുന്നു ഈ ഭാഗത്ത്. നമ്മൾ ഈ താമസിക്കുന്നതിൻ്റെ കോമ്പൗണ്ടിൽ കൂടെ ഒക്കെ തന്നെ ഒന്ന് ഇറങ്ങി നടന്നാൽ മതി കേട്ടോ. അത്യാവശ്യം ബേർഡ്സ് ഇതിൽ തന്നെയുണ്ട്. ബേർഡിങ്ങിനൊക്കെ അടിപൊളിയാണ് ഈ സ്ഥലം. ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാവേ. നമ്മുടെ കൂടെയുള്ളത് ആശാനാണ്. ഓക്കെ ആശാനെ, ആശാനെ അല്ല പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞത് ഇയാളെയാണ്. So my name is Ratna. I am a naturalist and I also train wildlife guides and I run this property. 2-3 കാര്യങ്ങളുണ്ട്. ഇന്നലെ the other day she was our gypsy driver, safari gypsy driver, and also she is the first woman naturalist in India. So that's a speciality. Thank you. അപ്പോൾ നമ്മളെ ട്രക്കിങ്ങിന് അല്ലെങ്കിൽ പ്രോപ്പർട്ടി വാക്കിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നതാണ് ആളെ. പുള്ളിക്കാത്തി നാച്ചുറലിസ്റ്റ്, ഇവിടെ ഗൈഡുമാരെ ട്രെയിൻ ചെയ്യുന്ന ആളും കൂടെയാണ്. അതുപോലെ പ്രോപ്പർട്ടിയുടെ ഓണറും കൂടെയാണ്. നമ്മുടെ വസീമിൻ്റെ വൈഫാണ്. അപ്പോൾ നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ സഫാരി കഴിഞ്ഞിട്ട് ഒരു ദിവസമെങ്കിലും കിട്ടുന്ന രീതിയിൽ വരണം. കാരണം ഇതിനകത്തൂടെ നടക്കാൻ തന്നെ ഒത്തിരി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ട്രക്കിംഗ് ഒക്കെ എടുക്കണമെങ്കിൽ എക്സ്ട്രാ സമയം കണ്ടിട്ട് വേണേ വരാൻ. ഉണ്ട് ഇഷ്ടംപോലെ പാറയൊക്കെ ഉള്ളൊരു സ്ഥലം. ഇവിടെ മഴക്കാലത്തോ വിൻ്ററിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുമ്പാമ്പിനെ പൈത്തനെയൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ശരിക്കും ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യേണ്ടത് മൺസൂണിലാണ്. അതെ. മഴക്കാലത്ത് ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. ഇപ്പം തന്നെ ഇത്രയും ഭംഗിയുണ്ടെങ്കിലും മഴക്കാലത്തെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. എനിക്ക് ഞാൻ ഇവിടെ ടൈഗറൊക്കെ വരുമെന്ന് പറഞ്ഞത് ചുമ്മാതല്ല. പ്രോപ്പർട്ടിക്കകത്തുള്ളൊരു മരത്തിൽ
ടെറിട്ടറി മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ? ഒരുപാട് പഴയതൊന്നുമല്ല. സോ ഹൗ ഓൾഡ് ഇറ്റ് ഈസ്? He's quite young male. Okay. And what about this marking? When it was done? So last month. Last month. Oh. Last month. അപ്പോൾ ഇതൊക്കെയാണ് സാക്രം സഫാരി ലോഡ്ജിലെയും അതുപോലെ തന്നെ കൻഹ ടൈഗർ റിസർവിലെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സാക്രം സഫാരി ലോഡ്ജിൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് രത്നയും വസീമും ഇവിടെ ഉണ്ടാവും. സഫാരിയൊക്കെ പ്ലാൻ ചെയ്താണ് വരുന്നതെങ്കിൽ മുൻകൂട്ടി വിളിച്ച് ബുക്ക് ചെയ്യണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സഫാരി അഡ്വാൻസ് ആയിട്ട് ഇവിടെ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫില്ലായി പോകാറുണ്ട്. ഇതുപോലത്തെ ഒരുപാട് സഫാരി വീഡിയോസും ട്രക്കിംഗ് വീഡിയോസും ഫോറസ്റ്റ് സ്റ്റേകളും ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നൊരു പാക്കേജായിരുന്നു. സഫാരിയും ട്രക്കിങ്ങും ഫോറസ്റ്റ് സ്റ്റേയും എല്ലാം കൂടെ, അതുപോലെ തന്നെ കിടിലൻ ഫുഡൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്തേ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരാനും ഉണ്ട്. അങ്ങനത്തെ വീഡിയോസൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.